മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് വൈശാലി എന്നൊരു സിനിമ, ഭരതനും MT വാസുദേവൻ നായരും അവരാണ് ആ സിനിമയുടെ സൃഷ്ടാക്കൾ. ഭരതൻ ഒരു ലെഫ്റ്റിസ്റ്റ് ചായ്വുള്ള ഡയറക്ടറാണ്. MT വാസുദേവൻ നായർ എനിക്ക് അറിഞ്ഞുകൂടാ, ഏതായാലും ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്, പൂജിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ വായിച്ചതാണ്. എത്രത്തോളം ഇതിൽ ഇൻഡെപ്ത് ട്രൂത്ത് ഉണ്ട്, ഫാക്റ്റ് ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വൈശാലി എന്ന സിനിമയിൽ ഒരു യാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തിൽ ഈ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള യാഗം, അത് അഭിനയിക്കുമ്പോൾ ഇതിന് വലിയ സ്പിരിച്വാലിറ്റിയോ ട്രഡീഷണൽ ആയിട്ടുള്ളതോ ഒന്നും വേണ്ടല്ലോ. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു യാഗമാണെന്ന് തോന്നണം, അടുത്ത് നിന്ന് കാണുമ്പോഴും അതൊരു യാഗം ആണെന്ന് തോന്നണം. റെക്കോർഡ് ചെയ്യാൻ പാകത്തിന് കുറച്ച് മന്ത്രങ്ങൾ വേണം. ഈ 7 ദിവസമോ 8 ദിവസമോ നീണ്ടു നിൽക്കുന്ന യാഗത്തിൻ്റെ ചടങ്ങുകളോ ചെലവുകളോ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാനാവുമ്പോൾ. പക്ഷേ MT വാസുദേവൻ നായർ പറഞ്ഞു അത്രേ, അതുപോരാ, ശരിക്ക് യാഗം നടത്തണം, ശരിക്ക് യാഗം നടത്തണം. എന്നിട്ട് ദൂരെ മാറി നിന്ന് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഒറിജിനൽ യാഗത്തിൻ്റെതാകണം. അടുത്ത ശുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് യാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ വേറൊരു സ്ഥലത്തുണ്ടാക്കാം. ഭരതൻ സാറും അത് അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ യാഗം, അങ്ങനെ യഥാർത്ഥ യാഗം നടത്തണമെന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് അവിടെയുള്ളവരാരും MTയോട് ചോദിച്ചില്ല. ഏതായാലും ആ യാഗത്തിൻ്റെ അവസാനം ഒരു മഴയുണ്ട്. ദും 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 ദുവിനാദം എന്ന പാട്ട് പുറകിൽ വന്ന് ഒരു മഴ പെയ്യുന്നുണ്ട്. ആ മഴ യഥാർത്ഥത്തിൽ യാഗശാലയ്ക്ക് അഗ്നി കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ മഴയാണ്. അതേപോലെ അതിൽ കാണിക്കുന്ന മേഘം അവിടെ ആ യാഗശാലയ്ക്ക് അഗ്നി കൊടുക്കുന്നതിന് മുമ്പുണ്ടായ മേഘം. അപ്പോ ആ മഴയും ആ മഴയത്ത് ഇവരെല്ലാവരും നിന്നുകൊണ്ട് ക്യാമറ മാത്രം നനയാതെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന വ്യക്തി ഉൾപ്പെടെ നനഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു സീനാണ് ആ ഉജ്ജ്വലമായിട്ടുള്ള സിനിമയുടെ അവസാനത്തിന് മുമ്പുള്ള ഭാഗത്തിൽ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞു അത്രയും, നമ്മുടെ പൂർവികര് എത്ര വസ്തുതാപരമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗത്തില് ഇടയ്ക്കൊന്നും മഴ പെയ്തില്ല. അവസാനത്തില് അത് മഴ പെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു മഴയുടെ വൈശാലി എന്ന സിനിമയുടെ ആ മഹാഭാരതത്തിലെ ഒരു കഥയാണത്. അത് ജീവിതത്തിലേക്ക് മാറ്റിയപ്പോൾ MT വാസുദേവൻ നായർക്ക് പരിചയമുള്ളൊരു സുഹൃത്ത്, വാഷിങ്ടൺ പോസ്റ്റിലോ വാഷിങ്ടൺ ജേണലോ, 2 പത്രത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിലാണ്, അതിലെ MTയുടെ സുഹൃത്ത് നല്ല ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. ആ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ മെത്തേഡുകളും, മോഡേൺ സയൻസിൻ്റെ മെത്തേഡുകളെല്ലാം അഡോപ്റ്റ് ചെയ്തു. അവസാനമാണ് അവർക്ക് തോന്നിയത് ഈ മോഡേൺ മെഡിസിൻ നിരാകരിക്കേണ്ട, അത് കൊടുത്തോണ്ടിരിക്കാം. കൂട്ടത്തിൽ ധ്യാനവും അതേപോലെ തന്നെ മന്ത്രജപവും പ്രാണായാമവും യോഗാസനയും വെജിറ്റേറിയൻ ഭക്ഷണവും സൂര്യ നമസ്കാരവും ധ്യാനവും എല്ലാം അയാളെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോ ഇറ്റ്സ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് ഓൾഡ് ഗുഡ് നോളജ് ആൻഡ് ന്യൂ ഗുഡ് നോളജ്. നല്ല രീതിയിലാണ് പഴമയുടെ നന്മകളും പുതിയതിൻ്റെ നന്മകളും സ്വീകരിച്ചു കൊണ്ടുള്ളൊരു പ്രയാണം. അതാണ് സുഹൃതം എന്നൊരു സിനിമ. ആ സുഹൃതം എന്നൊരു സിനിമയിൽ മമ്മൂട്ടിയാണ് കഥാനായകൻ. അതിനെ ഭംഗിയായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണനും പിന്നെ ബാക്കി കുറേ പേരുണ്ട്. ഏതാണ്ട് മരിക്കുമെന്ന ലെവലിലേക്ക് എത്തിയ ആ
ചരിത്ര പുരുഷനായിട്ടുള്ള വാഷിംഗ്ടൺ ജേണലിലെ പത്രപ്രവർത്തകൻ ആ സുഹൃത്തിന്റെ ജീവിതം മലയാളിക്ക് ദഹിക്കുന്ന വിധത്തില് ഒരു മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവസാനം ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്ന NAT ഇന്ന് അമേരിക്കയിൽ വളരെ പ്രസിദ്ധമാണ്. മന്ത്രം ഉണ്ടാവും, ഭസ്മം ഉണ്ടാവും, ആത്മീയത, ധ്യാനം, പ്രാണായാമം, സൂര്യ നമസ്കാരം, ഇങ്ങനെയുള്ള എല്ലാം കൂടി ഉണ്ടാവും. പ്ലസ് മോഡേൺ ട്രീറ്റ്മെന്റും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് ഈ മമ്മൂട്ടി എന്ന ക്യാൻസർ പേഷ്യന്റ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന്റെ അസുഖം മാറുന്നുണ്ട്, മറ്റേയാളുടെയും അസുഖം മാറിയിട്ടുണ്ട്. അപ്പൊ ശരിക്ക് മന്ത്രതന്ത്രാദികളും മ്യൂസിക് തെറപ്പിയും എല്ലാം ഉപയോഗിച്ച് പ്ലസ് മോഡേൺ ട്രീറ്റ്മെന്റ് കൂടി ചേർത്ത് അസുഖം മാറുന്നു എന്ന തീം എടുത്ത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആ സുഹൃതം എന്ന സിനിമ, ആ സിനിമ നിങ്ങളൊന്ന് കാണണം. അതായത് ഭർത്താവ് മരിക്കും എന്നറിഞ്ഞപ്പോ ഭാര്യ പതുക്കെ 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 ഭർത്താവിൽ നിന്ന് മാറുക. മരുമകൻ മരിക്കും എന്നറിഞ്ഞപ്പോ അമ്മാവൻ പതുക്കെ 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 മകളുടെ ജീവിതം സേഫാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഞാൻ മരിക്കും എന്നറിഞ്ഞ രോഗി ഭാര്യയ്ക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് എല്ലാവിധ കരുതലുകളും ചെയ്യാം. അവസാനം മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച വ്യക്തി മരിക്കാതെയാവുക. അയാള് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തിരിച്ചു വരിക. അപ്പൊ ഈ ഭാര്യയ്ക്കും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവർക്കും അമ്മാവനും ഈ ഭാര്യയെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോകുന്ന ആ ഭർത്താവ് ആകാൻ പോകുന്ന ആളുടെയും എല്ലാം മാനസികാവസ്ഥ അത് അത്ഭുതകരമാം വിധത്തില് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നതാ. സുഹൃതം എന്നൊരു വാക്ക്, അതാണ് സിനിമയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ആധുനികമായിട്ടുള്ള എല്ലാ ചികിത്സകളും വേണ്ടി അത്യാവശ്യമുള്ള ഇടത്തെടുത്ത് കുറേ പൈതൃകത്തിലേക്ക് നമ്മൾ പോയാൽ പലപ്പോഴും രോഗം ആധുനിക ശാസ്ത്രം കൊണ്ട് മാറി ആ മാറ്റാൻ ഉപയോഗിച്ച മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് കുറയ്ക്കാനെങ്കിലും ഈ പൈതൃകത്തിന്റെ വഴിയിലൂടെ സാധിക്കും. ഹൃദയത്തില്, മനസ്സില്, തലച്ചോറില് തട്ടി നിൽക്കുന്ന ഒരു ജീവിത ഗന്ധിയായ കഥ. ആ വൈശാലി എന്ന സിനിമയില് ആ മഴ പെയ്തപ്പോ നമ്മുടെ പൂർവികരെ കുറിച്ച് പറഞ്ഞ് കണ്ണിലൂടെ മഴത്തുള്ളി അല്ലാത്ത കണ്ണുനീർത്തുള്ളി വന്ന ഭരതനും MTയും ഇവിടെ അതേപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് യാത്ര പറയാൻ പോയ ആള് തിരിച്ചു വന്നപ്പോഴുള്ള അനുഭവം. പക്ഷെ അവിടെ രണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഹീറോയിനാണ്. ഞാൻ ഹീറോ എന്ന് ഉദ്ദേശിച്ചത് കഥയുടെ ഹീറോ, കഥ എന്ന ഹീറോ അല്ലെങ്കിൽ അനുഭവം എന്ന ഹീറോ. അതായത് ഒരു ഹീറോ ആധുനികമായതും പുരാതനമായതും ഒരുമിച്ച് ചേർക്കണം എന്ന കൺസെപ്റ്റുള്ള ഹീറോ. രണ്ട്, മരിക്കാൻ പോകുന്ന ആൾ തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും എന്നൊരു ഹീറോയിൻ. അതിനെ ചേർത്ത് നമുക്കൊക്കെ പഠിക്കാൻ പാകത്തിന് എഴുതി തന്നിരിക്കുന്നതാ, കാണിച്ചു തന്നിരിക്കുന്നതാ സുഹൃതം. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, എംപതി, സിംപതി, എംപതി, അപ്പതി ഒക്കെയുള്ള എംപതി. ഞാനാണ് അവിടെ എന്ന് വിചാരിക്കുക, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അതൊരു പക്ഷെ അനുഭവിച്ചറിയാൻ ഈശ്വരൻ അവസരം തരില്ല, പ്രകൃതി അവസരം തരില്ല. അങ്ങനെ അനുഭവിച്ചറിയാനുള്ള അവസരം തരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ കാണാം, 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഒരു ജീവിതം മൊത്തത്തിൽ പാക്കറ്റായിട്ട് നമുക്ക് ഫാസ്റ്റ് ഫുഡുമായി തരുന്നത് കാണാം. അതാണ് യഥാർത്ഥത്തില് ജീവിതം കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. അത് അഭിനയിക്കുന്നവര്, ഞാൻ പണ്ട് പറഞ്ഞതുപോലെ വീട്ടിൽ അഭിനയിക്കുകയും സിനിമയിൽ ജീവിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ് നമ്മളുടെ മുമ്പില് ജീവിതാനുഭവങ്ങള്, അതിൻ്റെ ഏടുകള് നിവർത്തി വയ്ക്കുന്നത്. സാധിക്കുമെങ്കിൽ കാണാം. ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയുമ്പോൾ ഒന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പുസ്തകം കുത്തിയിരുന്ന് വായിക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, മൂഡ് കിട്ടിയെന്ന് വരില്ല. വലിയ പുസ്തകമാണെങ്കിൽ 10-20 പേജ് വായിച്ചു കഴിഞ്ഞു പിന്നെ എപ്പോഴാണ് വായിക്കാൻ സമയം കിട്ടുക? 10-40 പേജ് വായിച്ചു കഴിയുമ്പോൾ പിന്നെ വേണ്ടാന്ന് തോന്നും. ഞാൻ പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് അന്വേഷിക്കാനുള്ള മനസ്സ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാം, ഉണ്ടായിന്ന് വരില്ല. അപ്പോ
ആ പുസ്തകത്തിലെ വലിയൊരു കണ്ടന്റ് മൊത്തം 2.5-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമല്ലേ? അതിന് നമ്മൾ 50 രൂപ കൊടുക്കുക. അത് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ 50 ലക്ഷം 1 കോടിയോ ചെലവഴിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ മുമ്പിൽ 50 രൂപയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു CD TV-യിലൂടെ കാണാം. അപ്പൊ നമുക്ക് ജീവിതത്തെ ധന്യമായിട്ട് വീക്ഷിക്കാനുള്ളതുണ്ട്. ഇതൊന്നും നമ്മളെ തളർത്താനല്ല, തകർക്കാനല്ല, വളർത്താനായിട്ട് ഉപയോഗിക്കണം. നല്ല വെയില് വരുമ്പോഴാണ് മാവ് പ്ലാവൊക്കെ ചിന്തിക്കുന്നത്, ഈ വെയില് വേനൽക്കാലം ഞാൻ ക്രോസ് ചെയ്യോ, ഞാനെങ്ങാനും മരിച്ചുപോയാലോ എന്ന് മാവും പ്ലാവും ചെടികളും ചിന്തിക്കും അത്രേ. അതുകൊണ്ടാണ് നല്ല വേനലാവുമ്പോഴത്തേക്കും അത് പൂക്കാൻ തുടങ്ങുന്നത്. അടുത്ത ജനറേഷനെ എങ്കിലും സൃഷ്ടിച്ചിട്ട് പോകാം. നല്ല മഴയത്തല്ല മാവ് പൂക്കുക, വേനൽക്കാലത്താ. ഈ വേനൽക്കാലം ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരുമ്പോൾ കുറേ തലമുറകളെ സൃഷ്ടിച്ച് മാങ്ങയും ചക്കയും എല്ലാം ഉണ്ടാക്കിയിട്ട് യാത്ര പുറപ്പെടുക. ഇതേപോലെ നന്മകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ ഇതുപോലെയുള്ള സിനിമകൾ എനിക്ക് വലിയ പ്രയോജനമായിട്ടുണ്ട്. അത് ആ തുറന്ന മനസ്സോടുകൂടി നോക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. സുഹൃതം എന്നൊരു സിനിമ നല്ലതാണ്. പ്രണാമം, നമസ്കാരം.